എന്റെ അമ്മായിമ്മ കണ്ടില്ലല്ലോ. ഇല്ല. ആ കുന്തം കളിച്ചിനി കണ്ണി കണ്ടെന്ന് ഉടക്കണ്ട. ഓ, അപ്പൊ അവളത് പറഞ്ഞല്ലേ. നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ കൊച്ചു പിള്ളേരുടെ കൂട്ട് കളിച്ചു നടക്കാൻ? എടി, എന്റെ ശരീരത്തിനെ പ്രായമായിട്ടുള്ളൂ, മനസ്സ് ഇപ്പഴും ചെറുപ്പാ. ഷഷ്ടിപൂർത്തി 6 ആവുമ്പോഴാ ചെറുപ്പം. വെറുതെ അല്ല, 34 വർഷം ശരിക്കും അധ്വാനിച്ചിട്ടാ ഇപ്പൊ സൂഹിക്കുന്നേ. ഗവൺമെന്റ് സർവീസുള്ള മറ്റ് ഡ്രൈവർമാരെ പോലെ കുത്തിയിരുന്ന് ഉറക്കം തൂങ്ങായിരുന്നില്ല എന്റെ ജോലി. കളക്ടർമാര്, മന്ത്രിമാര്, പോലീസ് ഓഫീസർമാര് ഇവരെയൊക്കെ പുറകിലിരുത്തി രാവും പകലും വണ്ടി ഓടിച്ചിട്ടുള്ളവനാ ഞാൻ. അന്നൊക്കെ കേന്ദ്രത്തിൽ നിന്നൊരു VIP വന്നാൽ ആദ്യം അന്വേഷിക്കുന്നത് ഡ്രൈവിങ്ങിന് ശങ്കരൻ നായരെ കിട്ടുമെന്നാ. എന്തുകൊണ്ടാ? എന്റെ സൽപ്പേര് കൊണ്ടും സർവീസിലുള്ള എന്റെ ആത്മാർത്ഥം കൊണ്ടുവാ. ഇപ്പൊ പെൻഷനായി, ഇനിയുള്ള കാലം സുഖമായിട്ട് വിശ്രമ ജീവിതം നയിക്കുക. വിശ്രമ ജീവിതം നയിക്കാനാവും സൈക്കിൾ എടുത്തോണ്ട് ഇങ്ങനെ വിശ്രമമില്ലാതെ ചുറ്റുന്നത്? എടി, എനിക്ക് എന്താണ് ഇപ്പൊ ഒരു കുഴപ്പം? ശാലീന സുന്ദരിയായ ഒരു ഭാര്യ. ആരും കേട്ടില്ല. മൂത്ത മകൻ ബാങ്ക് ഉദ്യോഗസ്ഥനാ. ഇന്നല്ലെങ്കിൽ നാളെ അവൻ മാനേജരാ. പിന്നെ രണ്ടാമത്തെ മകൻ പ്രേമൻ വടക്കേമുറി റെഡി ആയില്ലേ? അവൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അയ്യോ, നേരില്ല. 7 മണിക്ക് നടൻ തുടങ്ങേണ്ടതാ. 19 കിലോമീറ്റർ ഓടിയെത്തണം. അതിനെന്താ, പഴയ ഫെർഗോ അല്ലേ അവൻ? അവനാരാ? പണ്ട് ഞാൻ കോഴിക്കോട് ഇരിക്കുമ്പോഴേ ഇന്നത്തെ നമ്മുടെ രാമൻകുട്ടി നായരാണ് കളക്ടർ. അന്ന് ഞാൻ നല്ല ചെറുപ്പമാ, ഒരു 30-32 വയസ്സ് കാണും. പ്രേമൻ അന്ന് പ്രേമൻ ഉണ്ടോടി? പിന്നെ നമ്മൾ കോഴിക്കോട് വരുമ്പോ പ്രേമൻ 1 വയസ്സാ. അന്ന് കൃഷ്ണൻ ഉണ്ണിയാ. 53-ലാ ഉണ്ണി. അത് കഴിഞ്ഞ് 1.5 കൊല്ലം കഴിഞ്ഞ പിന്നെ പ്രേമൻ. അതെങ്ങനെയാ? ദേവകി മുരളിയെ പ്രസവിക്കുന്നതിന് 3 മാസം മുമ്പല്ലേ പ്രേമൻ? അന്ന് നമ്മള് പാലക്കാടാ. പാലക്കാട് കോഴിക്കോട് എവിടെയെങ്കിലും ആകട്ടെ. എവിടെയെങ്കിലും ആട്ടെ. ഞാൻ പറഞ്ഞു വന്നേ, അന്ന് ബേപ്പൂർ ഒരു ഹാജിയാർക്ക് ഇതുപോലെ ഫർഗോ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. സമയം ഇപ്പോഴേ വൈകി. ഇനിയും വൈകിയാൽ നാട്ടുകാർ പെരുമാറും. 4 മണിക്ക് സെറ്റ് കെട്ടേണ്ടതാ. പ്രേമൻ വടക്കേമുറി ഒന്ന് വിളിക്കാമോ? പ്രേമ, വണ്ടി വന്നു. കുറച്ച് വെയിറ്റ് ചെയ്യട്ടെ. അവര് വെയിറ്റ് ചെയ്യുമ്പോ ഈ നാട്ടുകാർക്കിടയിൽ എന്റെ വെയിറ്റ് ഒന്ന് കൂടും. അത് കൂടും. പക്ഷേ അവര് വെയിറ്റ് പറഞ്ഞ വേറെ ആളെ നോക്കും. അല്ലെങ്കിൽ തന്നെ മാസം 4-5 കളിയേ ഉള്ളൂ. നീ വെയിറ്റ് കൂട്ടി അതും കൂടി ഇല്ലാണ്ടാക്കും. എന്റെ അമ്മേ, മലയാള നാടക ലോകത്ത് എനിക്ക് പകരക്കാരനായി ഒരൊറ്റ ആളേ ഉള്ളൂ. ആരാ? ഞാൻ തന്നെ. ഇത് എന്റെ അഭിപ്രായമല്ല, നാടകപ്രേമികൾക്ക് മൊത്തത്തിലുള്ള അഭിപ്രായമാണ്. എന്ത് കുന്തെങ്കിലും ആവട്ടെ, നീ അങ്ങോട്ട് ചെന്നേ. അവർക്ക് 4 മണിക്ക് കട്ടൻ കിട്ടാനുള്ള അത്രേ. അതെന്റെ ജോലിയല്ല. ഞാൻ നടനാണ്, നടൻ മാത്രമാണ്. 6 സിലിണ്ടർ അല്ലേ? അതെ. എഞ്ചിൻ എങ്ങനെ? എഞ്ചിന് കുഴപ്പമൊന്നുമില്ല. കയറ്റമൊക്കെ നല്ല വലുവായിരിക്കും. നല്ല വലുവാ. അതാ ഇവന്റെ ഒരു കണ്ടീഷൻ. പ്രേമം വടക്കേമുറിയുടെ അച്ഛനല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? നല്ല ചായ. പണ്ട് മുതലേ കലാകാരന്മാരുടെ കുടുംബമാണ് ഞങ്ങളുടെ. എൻ്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു, വടക്കേമുറി ഉണിക്കണ്ടൻ നായർ. രാവണവധത്തിൽ ഹനുമാന്റെ വേഷമാണ് കിട്ടുക. ഉടുത്ത് കെട്ടി വന്നാൽ അസൽ ഹനുമാൻ തന്നെ. ആ അമ്മാവന്റെ തനി സ്വരൂപമാ പ്രേമൻ. മതിയച്ച ആളുകളെ വധിച്ചത്. പോവാ. അമ്മാവന്റെ ഹനുമാൻ വേഷത്തിൽ പറഞ്ഞതാ. ഒന്ന് അനക്കി വിട്ട ചേറ്. ഒന്ന് തള്ളിക്കേ. പിടിച്ചേ. കൊടുത്തോ. ഭയങ്കര വരട്ടെ. ഇവിടെ തന്നെ. എത്രയായി? 10 രൂപ. 10 രൂപ? റെയിൽവേ സ്റ്റേഷൻ ഇവിടം വരെ 10 രൂപയോ? ഇത് എവിടുത്തെ കണക്കാ? എടോ, ഇതിന്റെ മീറ്റർ എന്ന സാധനം ഇവിടെ. മീറ്റർ ഒന്നുമില്ല, 10 രൂപ. എടോ, മീറ്റർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ തന്നോട് ആരാ പറഞ്ഞേ? ന്യായമായ ചാർജ്. എനിക്കൂടെ തോന്നണ്ടേ? ഈ വണ്ടിക്ക് മീറ്റർ ഇല്ല എന്ന് എഴുതിയത് ഞാൻ കേറില്ലായിരുന്നല്ലോ. ഇങ്ങോട്ടാ. ഈ നാട് അടുത്തങ്ങ് നന്നാവുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. എന്തു പറ്റി? അച്ഛാ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ വരാൻ ഓട്ടോറിക്ഷയ്ക്ക് 10 രൂപ. 10 രൂപ ആകുമല്ലോ. 10 രൂപയോ? ഞാൻ നമ്പർ കുറിച്ച് വെച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷയുടെ. ഞാനൊന്ന് നോക്കട്ടെ. നീ എന്താ ഇന്നലെ വരാണ്ടിരുന്നേ? എന്റെ അമ്മേ, ഞാൻ എങ്ങനെ വരും? ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ ബസിന്റെ സമയം മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഒറ്റ ബസ്സില്ല. നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഏതോ അമ്മമാരുടെ ബന്ധു കാരണം ഒറ്റ ട്രെയിൻ ഓടുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ വരും? നിന്നെ കാണാണ്ട് അച്ഛൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഉണ്ണിയെ. പോയ കാര്യം എന്തായി? അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. എടി, എന്നെ കണ്ട ഉടനെ ചെയർമാൻ, എന്താ മിസ്റ്റർ കൃഷ്ണൻ ഉണ്ണി, ഇന്നും വല്ല കംപ്ലൈൻസും ഉണ്ടോ എന്ന് ഞാൻ ശരിക്കും തട്ടി കൊടുക്കും. ഇവിടുത്തെ മാനേജർ ഉണ്ടല്ലോ, അവനൊരു പാഠം പഠിക്കും.
ബസ് ചാർജ് ഓക്കെ. ഓട്ടോറിക്ഷ അയ്യോ 10 രൂപ. അതും ഓക്കെ. പക്ഷേ ഈ 3 രൂപ എവിടെ പോയി? ആ 3 രൂപ നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. അത് പറ്റിയല്ലോ. എവിടെ പോയി അറിയണ്ടേ? അയ്യോ ഇത് എന്തിനെങ്കിലും ചെലവായി കാണും. ചെലവായതിന്റെ അല്ല, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം. ഇതേന്ന് ബാങ്കിൽ പോണ്ടേ? കുളിമുറിയിൽ വെള്ളം കോരി വെച്ചിട്ടുണ്ട്. കുളി കഴിഞ്ഞിട്ടാവും അളന്ന് കളയിലൊക്കെ. ഉണ്ണേട്ടാ ഓ എടി, എന്നാലാ 3 രൂപ ഞാൻ അറിയാതെ പോകാൻ പാടില്ലല്ലോ. നിനക്കറിഞ്ഞൂടാ? ഇങ്ങനെയുണ്ട് ഒരു പിശുക്കൻ. ഇവിടെ വാടാ, ഇങ്ങോട്ട് വാ. അവിടെ നിൽക്കാൻ. അമ്മേ, അമ്മേ, നടക്കണം അങ്ങോട്ട്, നടക്കാൻ. ദാ ഇത് കണ്ടോ, കുറെ നാളായി ഇവൻ ഈ പണി തുടങ്ങിയിട്ട്. എന്റെ ഈശ്വര, ഇതും തുടങ്ങിയോ? യവനെ ഇനിയിപ്പോ എന്താ ചെയ്യാ? അയ്യോ അമ്മ, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. 2-3 ദിവസമായി ഇവൻ അടുത്തൂടെ പോകുമ്പോഴൊക്കെ ഒരു വീടിയുടെ നാറ്റം. അയ്യോ ഈ ഉണ്ണിയേട്ടൻ കള്ളം പറയുന്ന ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒരു കുറ്റി വെടി വലിച്ചു പോകുന്നത്. ആ, കാളെ ഉണ്ണി മേലാ വീടി വലിച്ചിട്ടുണ്ടെങ്കിൽ ആ നിങ്ങളൊക്കെ അവന് ചീത്തയാക്കുന്നത്. ഇപ്പതേ കുറ്റിപീടി, നാളെ മുഴുവൻ പീടിയാകും, മറ്റന്നാൾ സിഗരറ്റാവും. അച്ഛാ, ഒരു പാക്കറ്റ് സിഗരറ്റ് എന്ന് വെച്ചാൽ രൂപ എത്രയായി? കാശ് കിട്ടാതാവുമ്പോ അവൻ എന്റെയോ അച്ഛന്റെയോ പോക്കറ്റ് നിന്ന് കക്കാനും തുടങ്ങും. ഒരുത്തനെ കള്ളനാക്കാൻ ദേ ഇത്രയൊക്കെ മതി. ഇനി അവൻ ചെയ്യത്തില്ല ഉണ്ണേട്ടാ. ഗോപു പോയിരുന്ന് പഠിക്കും. എടാ പോടാ. ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞതിന് ഡ്യൂട്ടികളും അയക്കണ്ടെന്ന്. വേണ്ടാത്ത ദുശീലൊക്കെ പഠിച്ചു വയ്ക്കാൻ. ഉണ്ണേട്ടാ പോയി കുളിക്കാൻ നോക്കൂ. സമയം എത്രയെന്നറിയോ? ചെറിയൊരു കാര്യം കിട്ടിയോ ഊതി വലുതാക്കാൻ. പണ്ടേ സ്കൂളിൽ പോകുമ്പോ വഴി കിടന്ന വീടി കുറ്റിയെടുത്ത് വലിച്ചതിന് ഞാൻ തല്ലിയ പാട് ഇപ്പോഴും അവന്റെ തുടയിലുണ്ട്. ആ ആളായിപ്പോ. അച്ഛന്റെ സ്വഭാവം തന്നെയാ മക്കൾക്കും. അത് ശരിയാ, അമ്മ വീടി വലിക്കല്ലേ. സതി നിർത്തലാക്കാൻ മുൻകൈ എടുത്തത് ആരാന്നാ പറഞ്ഞേ? ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലേ? അല്ലെന്ന് എന്നോടോ? നിന്നോടാ ചോദിച്ചത്? ഗോഖല തന്നെ. ഗോഖല തന്നെ. നീ രക്ഷപ്പെടില്ലടാ, നിന്റെ കാര്യം പോക്ക. ഇങ്ങനെ എല്ലാരും കൂടെ ചവിച്ചാ ഞാൻ ഈ ഗതിയായത്. എങ്ങനെ ശവിക്കാതിരിക്കൂടാ? ഇന്നലെ വരെ രാജാറാം മോഹൻ റായ് എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂറിന് എങ്ങനെയാ ഗോഖലയായത്? ഇത് നിന്റെ അവസാനത്തെ മാർച്ചാ, നോക്കിക്കോ. ഓ, എന്താ ഒരു കണിയാന്റെ ചുമ? ഏട്ടനോടൊരു കാര്യം ചോദിക്കാൻ സെക്രട്ടറി പറഞ്ഞു. എന്താ? ഞങ്ങളുടെ ട്രൂപ്പിന് ആ, ഒരു വണ്ടി സ്വന്തമാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അതിന് ഒരു ലോണ് ശരിപ്പെടുത്തി തരാൻ പറ്റുമോ? എടാ, വർഷത്തിൽ 10 സ്റ്റേജ് പോലും തേക്കാത്ത നിന്റെ ട്രൂപ്പിന് ലോൺ വാങ്ങിച്ചെന്ന് ഞാൻ വെള്ളത്തിലാവണോ അല്ലേ? 10 സ്റ്റേജോ? ഇപ്പൊ തന്നെ ശാന്തി മുഹൂർത്ത് 25 കഴിഞ്ഞു. ആ, കളിക്കുന്നിടത്തൊക്കെ നല്ല കൂവലാണെന്ന് കേട്ടു. ഹേ, അത് മറ്റു ട്രൂപ്പുകാർ പറഞ്ഞു പരത്തുന്നതാ. ആ, നിന്റെ അഭിനയത്തെ പറ്റി തരക്കേടില്ലാത്ത പുറഭിപ്രായമുണ്ട്. ആ അത് ഞാനും കേട്ടു. നീ പോടത്തുണ്ടി. വാ, ഒരു സ്റ്റേജിന് നിനക്ക് എന്ത് കിട്ടും? തരക്കേടില്ലാത്ത വിധം കിട്ടും. കൃത്യമായ സംഖ്യ പറ. അത് 150. 150 രൂപയോ? നിനക്കോ? എടാ സത്യം പറ, ഞാൻ പോയി അന്വേഷിക്കും. അന്വേഷിക്കുക, എന്നാ 100ഓളം വരും. എടാ ശരിയായ സംഖ്യ പറഞ്ഞു. എന്തൊരു ശല്യം ഇത്, മനുഷ്യന് വിശ്വാസമില്ലാത്ത പോലെ. ആക്ക് വളച്ചാ കള്ളേ പറയും. ദാ അവിടെ ആ പുളിമരത്തിന്റെ ചോട്ടില് അധികാരിന്റെ മോള് വന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നു. അന്നൊക്കെ എത്ര ദൂരെ നിന്നാലും അവളുടെ കണ്ണിലെത്തി എന്റെ നെഞ്ചു പൊള്ളിക്കുമായിരുന്നു. ഭാനു അല്ലേ? അവക്കിപ്പോ കൊച്ചുങ്ങൾ 2ആയി. ഞാൻ കണ്ടിരുന്നു. മനസ്സിലെ വിഗ്രഹം ഉടഞ്ഞു. പാവാടയും ധാവണിയും തന്നെ അവൾക്ക് ചേർച്ച. ആ ഗോപാലൻ കോൺസ്റ്റബിളിന്റെ മോള് വളർന്നു പോയോ? ഒരൊറ്റ എണ്ണത്തിന് നീ മറന്നിട്ടില്ല അല്ലേ? മരുഭൂമി കിടക്കുമ്പോ ഈ ഓർമ്മകളൊക്കെ അല്ലേടാ ആകെ ഒരു മരിപ്പച്ച. പിന്നെ നിന്റെ ട്രൂപ്പില് നല്ല പെൺകുട്ടികളൊക്കെ കാണുമായിരിക്കല്ലേ? എന്തിനാ? അല്ല, ഞാനൊരു നാടക ട്രൂപ്പ് തുടങ്ങട്ടെ. ഉദ്ദേശം? അത് എനിക്ക് അഭിനയിക്കണമെന്നുണ്ട്. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? വേണ്ട വേണ്ട, ഗൾഫ് വിട്ടു വരുന്ന എല്ലാ മലയാളികളും ചെയ്യുന്നതൊക്കെ നീയും ചെയ്താൽ മതി കേട്ടാ. എന്ന് വെച്ചാൽ ഒരു കളർ ഫോട്ടോ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഷോപ്പ്, ഇതൊക്കെ തന്നെ നീയും ചെയ്താൽ മതി. അഭിനയം എന്ന് പറയണത് എന്റെ അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു സിനിമ എടുക്ക്, എന്നെ നായകനാക്കിയിട്ട്. അങ്ങനെ തൊലയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്റെ അമ്മോ, മുങ്ങിയ ഇത് ഇവിടെ നെല്ലാണോ? അല്ല, വാങ്ങിയതാ. അമ്മേ, മുരളി എവിടെ?
ചേട്ടന് ഊണ് കഴിഞ്ഞിറങ്ങിയതാ പെരപണിയുന്നിടത്തുണ്ടാവും. ആ. അവന്റെ കാര്യം ഒന്നും പറയണ്ട. അവൻ എപ്പോഴും അവിടെ തന്നെയാ. എടുപ്പണ്ടേ ഇത്തിരി വെള്ളം അടുപ്പത്ത് വയ്ക്ക്. ഇരിക്കു. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് പണി ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. പണി ഉണ്ടായിട്ടില്ല. അവനവിടെ ഓരോന്ന് തൊട്ടും പിടിച്ച് നിൽക്കുന്നുണ്ടാവും. ആ അമ്മണിയേച്ചിക്കൊക്കെ സുഖം തന്നെയല്ലേ? പിന്നെ അവക്കാകെ ഒരു അസുഖമുള്ളൂ, എന്നോടുള്ള അസൂയ. എനിക്ക് ഈ വീട്ടിനകത്ത് അടച്ചു പൂട്ടിയിരിക്കുന്ന കാര്യം വലിയ പ്രയാസമാണ്. അതുകൊണ്ടായി ചുറ്റി അടിക്കുന്നതേ. 10-34 കൊല്ലം അധ്വാനിച്ചതല്ലേ, ഇനിയുള്ള കാലം സൂഹിക്കാം. അത് പറഞ്ഞ അവക്ക് സഹിക്കില്ല. ഞാനങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുന്നു. പുരവണി കഴിഞ്ഞിട്ടാവാമെന്ന് വെച്ചാ നമ്മളൊക്കെ ഇനി എത്ര കാലമുണ്ട്? ഇന്ദുവിനൊരു ആലോചന വന്നിട്ടുണ്ട്. ചെക്കനൊരു പോലീസുകാരനാ. അവൾക്കത് ഇഷ്ടമല്ല അത്രേ. നടത്തുമ്പോ രണ്ടാളുടെ ഒരുമിച്ച് നടത്തിയാൽ എന്താന്നാ ഞാൻ ആലോചിക്കുന്നത്. അതാ നല്ലത്. ഇന്ദു വേറൊരിടത്തേക്ക് പോകുമ്പോ ഇവിടെ ഒരാൾ വേണ്ടേ? രമയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നാ അവന്റെ ആശ. മുരളിയുടെ അച്ഛനും അതൊരു മോഹമായിരുന്നു. എനിക്കറിയാം. കേശവൻകുട്ടി പണ്ട് എന്നും പറയുമായിരുന്നു, ഒന്നീ തൻ്റെ മോൾ എൻ്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ മോൾ തൻ്റെ വീട്ടിലേക്ക്. നമുക്കത് ആലോചിക്കാം. ശങ്കരേട്ട ഇറങ്ങുന്നില്ലേ? എന്താ ശങ്കരേട്ട ഇങ്ങനെ നോക്കുന്നത്? ഈ ശങ്കരേട്ടാന്നുള്ള വിളിയേ മാറ്റേണ്ടി വരും. എനിക്ക് അവനെ പണ്ട് മുതലേ ഇഷ്ടാ. കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന പിള്ളേരെ ഇക്കാലത്ത് കണ്ടുകിട്ടാൻ വിഷമാ. അവിടെ ഭാഗ്യമാണ് ഈ ബന്ധമെന്ന് കരുതിയാൽ മതി. എനിക്കെന്തോ ഇതത്ര വലിയ ബന്ധമായിട്ടൊന്നും തോന്നുന്നില്ല. കാര്യം ഗൾഫിൽ പോയി കുറച്ച് കാശുണ്ടായി കാണും. പക്ഷെ ആ കാശെല്ലാം ഒരു വീട് പണിഞ്ഞ് തീർത്ത് വെച്ചിരിക്കല്ലേ. തന്നെയല്ല, ഇപ്പൊ കല്യാണക്കാര്യത്തിൽ ഗൾഫുകാർക്ക് പൊതുവേ മാർക്കറ്റ് സ്വല്പ ഡിമ്മ. ആ മാർക്കറ്റ് ഒന്നും മുരളിയുടെ കാര്യത്തിൽ നോക്കേണ്ട ആവശ്യമില്ല. അതെ. പിന്നെ നോക്കാതെ കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് നോക്കാൻ ചെറുക്കനൊരു ജോലി വേണ്ടേ? മുരളി ടൗണിൽ എന്തോ ബിസിനസ് തുടങ്ങാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു. എന്തോന്ന് ബിസിനസ്? വീഡിയോ ഷോപ്പ്. സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞു. നിനക്കൂടെ എന്താ കാര്യം? പോയി പഠിക്കടാ. ഓടാ അവിടുന്ന്. അങ്ങനെ ഇടതിരിച്ചന്വേഷിക്കൊന്നും വേണ്ട. അവൻ നല്ലവനാ. നമ്മുടെ രമയെ നോക്കാനുള്ള തൻ്റെ ഇടമൊക്കെ അവനുണ്ട്. നമുക്കിത് അധികം വയ്യാതെ നടത്താം. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. അതെന്താ? എനിക്ക് പഠിക്കണം. പഠിച്ചോ. കല്യാണം കഴിഞ്ഞ ഉടനെ പഠിപ്പ് നിർത്തണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. അല്ല, കല്യാണക്കാര്യം പറയുമ്പോ എല്ലാ പെൺകുട്ടികളും പറയുന്നതായത്. അല്ല, എനിക്കിപ്പോ കല്യാണം വേണ്ട. കൊഞ്ചാതെ പോടിയപ്പുറത്ത്. മകരത്തിന് മുമ്പ് നടത്തേണ്ടി വരുവോ? വരുവടാ. എനിക്കിപ്പോ കല്യാണം വേണ്ടെന്നല്ലേ പറഞ്ഞേ? ഡേയ്, അധികം സംസാരിക്കൊന്നും വേണ്ട. കല്യാണം നടത്തണോ വേണ്ടോ എന്ന് ഞങ്ങളെല്ലാം ചേർന്ന് തീരുമാനിക്കും. ഞങ്ങൾ ആണുങ്ങൾ തീരുമാനിച്ചോളാം കേട്ടാ. എനിക്ക് പഠിക്കണം. പേടിക്കാതെ രമേ, എന്നായാലും വേണ്ടതല്ലേ. എനിക്കിപ്പോ കല്യാണം വേണ്ട. ഞാൻ എഴുന്നേറ്റ് വന്നൊരു കുത്തങ്ങ് വെച്ചിരും കേട്ടോ ആസത്തെ. വെറുതെ നിന്ന് ചിടുങ്കണ്ട. ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയില. ഏയ്, ഇത്രയ്ക്ക് പിണങ്ങാൻ എന്തുണ്ടായി? കല്യാണം വേണ്ടെങ്കിൽ വേണ്ട, അത്രയല്ലേ ഉള്ളൂ. പിന്നെന്തിനാ നിർബന്ധിക്കുന്നേ? അതവർക്ക് നിന്നോട് സ്നേഹമുള്ളണ്ടല്ലേ. അത്രയ്ക്ക് സ്നേഹമൊന്നും വേണ്ട. ഏട്ടത്തി, ഒരു മുഖലക്ഷണം പറയട്ടെ. നിന്റെ മനസ്സിൽ മറ്റാരോ ഉണ്ട്. പറ, ആരാ നിന്റെ മനസ്സിൽ? ധൈര്യമായിട്ട് പറ. നിന്നെ ആരും ഒന്നും ചെയ്യില്ല. നോക്ക്, ഏട്ടത്തി നിന്റെ കൂടെയാ. നിന്റെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. പറ മോളെ. എന്റെ കോളേജില് മലയാളം പഠിപ്പിക്കുന്ന സാറിന് എന്നെ ഇഷ്ടാ. എന്താ അയാളുടെ പേര്? ശിവൻ.